ഹലോ, നമ്മളിന്നൊരു DIY കാർഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ നമുക്ക് അതിന് എന്തൊക്കെ ആവശ്യമുള്ളതെന്ന് നോക്കാം. നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഡ്രോയിങ് ഷീറ്റാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഇറേസറാണ്. പിന്നെ നമുക്കൊരു പെൻസിൽ വേണം. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബ്ലാക്ക് പെന്നാണ്. പിന്നെ നമുക്കൊരു സ്കെയിൽ വേണം. അതുപോലെ നമ്മൾ കുറച്ച് കളർ പെൻസിൽസ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബോർഡേഴ്സ് വരച്ചു കൊടുക്കുകയാണ്. പെൻസിലും സ്കെയിലും യൂസ് ചെയ്തിട്ട് നമ്മൾ ബോർഡേഴ്സ് വരച്ചു കൊടുക്കുകയാണ്. 4 സൈഡിലും ബോർഡേഴ്സ് വരയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തേക്ക് ലൈൻസ് ഇടുവാണ്. നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ലൈൻസ് ഇടാം. നമ്മൾ ജസ്റ്റ് ഒന്ന് പെൻസിൽ വെച്ചിട്ട് പയ്യെ ചെറിയ ചെറിയ സ്ട്രോക്സ് ഇട്ട് കൊടുക്കുകയാണ്. പെൻസിൽ വെച്ചിട്ട് ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് പേന വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ചെറിയ ഹാർട്ട്സ് പോലെ ഈ ഓരോ ലൈൻസിലും വരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ലീഫി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ യൂസ് ചെയ്യുന്നത്. ഭയങ്കര സിമ്പിളാണ് ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫസ്റ്റ് വരയ്ക്കുമ്പോൾ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും ഇത് ശരിയാവോ ഇല്ലയോ എന്നൊക്കെ. പക്ഷേ എല്ലാം വരച്ച് കഴിയുമ്പോഴത്തേനും നല്ല രസമായിരിക്കും ഇത് കാണാൻ വേണ്ടി. വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വലിയ വലിയ ഹാർട്ട്സ് വരയ്ക്കുന്നതിനേക്കാൾ കുട്ടി കുട്ടി ഹാർട്ട്സ് വരയ്ക്കുമ്പോഴാണ് നല്ല ഭംഗി ഉണ്ടാവുക. നമ്മൾ ഹാർട്ട്സ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് പെൻ വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്ന ബോർഡേഴ്സൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ആവശ്യമുള്ള കളേഴ്സ് സെലക്ട് ചെയ്യാം. ഞാനിവിടെ വയലറ്റും ഒരു കൈൻഡ് ഓഫ് പിങ്കൊക്കെയാണ് എടുത്തേക്കുന്നത്. സോ നമ്മളത് യൂസ് ചെയ്തിട്ട് നമ്മുടെ ലീവ്സ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ കുറച്ച് ലീവ്സിന് ഒരു വയലറ്റ് കളറും പിന്നെ കുറച്ച് ലീവ്സിന് ഒരു പിങ്ക് കളറാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ ചില ലീവ്സിന് ഞാൻ വയലറ്റും പിങ്കുമായിട്ട് മിക്സ് ചെയ്തും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലീവ്സൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് എഴുതി കൊടുക്കാവുന്നതാണ്. നല്ലൊരു ഫോണ്ടിൽ അത് എഴുതി കൊടുക്കാം. ഞാനിവിടെ എഴുതി കൊടുത്തേക്കുന്നത് ഹാപ്പി ബർത്ത്ഡേ എന്നാണ്. നമുക്ക് വേണമെങ്കിൽ താങ്ക് യൂന്നോ അങ്ങനെയൊക്കെ എഴുതി കൊടുക്കാവുന്നതാണ്. നമുക്ക് ആവശ്യമുള്ളൊരു ഫോണ്ടിലായിട്ട് നമ്മൾ പെൻസിൽ വെച്ച് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ പെൻ വെച്ച് ഹൈലൈറ്റ് ചെയ്യാം. ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്യുന്ന സമയത്ത് ചില പോർഷൻസിൽ കളർ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. നമുക്കപ്പം കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ട് കിട്ടും. പെൻ വെച്ചിട്ട് ഇഷ്ടമുള്ള ഫോണ്ടിൽ എഴുതി കഴിഞ്ഞാൽ നമുക്കിനി നെക്സ്റ്റ് ആയിട്ട് കളർ പെൻസിൽസ് യൂസ് ചെയ്തിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. നമ്മൾ യൂസ് ചെയ്തേക്കുന്ന 2 കളർ പെൻസിൽസ് ആണ്. ഒരു ലാവൻഡർ ഷെയ്ഡും അതുപോലെ തന്നെ ഒരു പിങ്ക് ഷെയ്ഡാണ്. അപ്പോൾ നമ്മൾ അത് രണ്ടും യൂസ് ചെയ്തിട്ട് കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കുവാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും സപ്പോർട്ടും ചെയ്യുക. ഈ ഒരു സിമ്പിൾ കാർഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ഒരു ഹാർട്ട് സിമ്പിൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഡോട്ട്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ബർത്ത്ഡേ കാർഡ് ഇവിടെ റെഡിയാണ്. നമുക്ക് ഇതുപോലെ തന്നെ താങ്ക് യു കാർഡ് ഉണ്ടാക്കാവുന്നതാണ്.